പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മോശയുടെ സംഭവം നമ്മൾ കാണുമ്പോൾ, മോശ യഹൂദ കുഞ്ഞായി ജനിച്ചവൻ. യഹൂദ കുഞ്ഞായി ജനിച്ച മോശ അന്നത്തെ നിയമം അനുസരിച്ച് അവനെ കൊണ്ട് നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞു. കാരണം എല്ലാ യഹൂദ കുടുംബങ്ങളും അങ്ങനെയാണ് സംഭവിക്കുന്നത്, കാരണം നിയമം അങ്ങനെ. പക്ഷേ 3 മാസക്കാലം അവന്റെ മാതാപിതാക്കൾ അവനെ ഒളിപ്പിച്ചു വെച്ചു. പിന്നത്തതില് നൈൽ നദിയിൽ കൊണ്ടുപോയി പെട്ടകത്തിനകത്ത് ഇടുകയും ഫറവോന്റെ പുത്രി എടുത്ത് അവളുടെ മകനെ വളർത്തുകയും ചെയ്തു. എന്നാൽ വളർത്തുവാനായിട്ട് ഏൽപ്പിച്ചത് മോശയുടെ സ്വന്തം മാതാവിന്റെ കയ്യിൽ. അതായത് എവിടെ നിന്നാണോ മോശയെ കൊന്നുകളയണമെന്ന് നിയമം വന്നത്, അതേ വീട്ടിനകത്തു നിന്നാണ് അവന്റെ ജീവൻ ആവശ്യമുള്ളതെല്ലാം പിന്നത്തെ നൽകപ്പെട്ടത്. കാരണം എന്താണെന്നറിയാമോ? ദൈവം മുന്നമേ കണ്ടിരുന്നതാണ് മോശയെ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഭയന്ന് നിരാശയോടെ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നു. ചില സ്ഥലങ്ങൾ വിട്ട് ഓടിപ്പോയതുപോലെ നിങ്ങളായിരിക്കുന്നു. പക്ഷെ ദൈവവചനത്തിൽ പറയുന്നത് അല്ലല്ല, ഞാൻ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശ ഒരുക്കി ലജ്ജയ്ക്ക് പകരം ഇരട്ടി മാന്യത തരുന്നു. നിങ്ങൾ ലജ്ജിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങൾ മാന്യരാക്കി മാറ്റും. ലജ്ജിക്കപ്പെട്ടിടത്ത് തന്നെ നിങ്ങളെ മാന്യരാക്കി തീർക്കും. അത് ദൈവത്തിന്റെ വിളിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ തകരുമെന്ന് ചിന്തിച്ചിടത്തും തന്നെ, നിങ്ങൾക്ക് വിരോധമായ ശബ്ദം ഉയർന്നിടത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് വഴികളെ തുറക്കും, വാതിലുകളെ തുറക്കും. നിങ്ങളുടെ അധ്വാന ശ്രമ ഫലമായിട്ടല്ല, നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം, നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി. അതെ, എവിടെ നിന്നാണോ ഇവന് വിരോധമായ കൽപ്പന വന്നത്, അവിടെ നിന്ന് തന്നെ ഇവന്റെ ജീവന് വേണ്ടിയുള്ളതെല്ലാം നൽകപ്പെട്ടു. മരണം മാറി ജീവനോടെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, അതെ, നിങ്ങളുടെ പ്രതികൂലം വന്നിടത്തുനിന്ന് തന്നെ നിങ്ങളുടെ ഉയർച്ചയും വരുന്നുണ്ട്. നിങ്ങൾക്ക് വിമർശനം വന്നിടത്തു നിന്ന് തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളും വരുന്നുണ്ട്. നിങ്ങൾ തോറ്റുപോയി എന്ന് തോന്നുന്നിടത്ത് തന്നെ നിങ്ങളുടെ ജയമുണ്ട്. വിശ്വസിക്കുക. ഇന്ന് പകൽ ജീവിതം കർത്താവിൽ ആസ്വദിക്കുക. ഗാഡ് ബ്ലസ് യു. ആമേൻ.